ADCB മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. നമ്മൾ ഇന്ന് സ്കൈ വ്യൂ ഒബ്സർവേറ്ററി എക്സ്പീരിയൻസ് ചെയ്യാനാണ് പോകുന്നത്. നേരെ മെട്രോ കയറി ദുബായ് മോളിലാണ് എൻട്രി വരുന്നത്. ഡൗൺ ടൗൺ ബിൽഡിങ്ങിലാണ് സംഭവം ഉള്ളത്. UAE Exchange. The next station is Emirates Towers. സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് 59 പെർ ഹെഡ് ഓഫറിലാണ് നമ്മളിത് ബുക്ക് ചെയ്ത് പോയത്. ഡൗൺ ടൗൺ ബിൽഡിങ്ങിൻ്റെ 50 to 53 ഫ്ലോറിൽ നിന്നുള്ള സ്കൈ വ്യൂ കണ്ടുകൊണ്ടുള്ള ഒരു ഗ്ലാസ് ലൈറ്റ്, അതേപോലെ ഗ്ലാസ് സർഫസിലുള്ള ഒരു വാക്കിംഗ്, ഈ രണ്ട് എക്സ്പീരിയൻസ് ആണ് ഓഫറിൽ വരുന്നത്. ഈ ഓഫറിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത ഒരു കാര്യമുണ്ട്, സ്കൈ എഡ്ജ് വോക്ക് എന്ന് പറഞ്ഞിട്ട്. അതായത് ബിൽഡിങ്ങിൻ്റെ എഡ്ജിലൂടെ നമുക്ക് വോക്ക് ചെയ്യാം. അത് ബെൽറ്റും സേഫ്റ്റി മെഷേഴ്സും എല്ലാം തന്നിരിക്കും. അതിന് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം. ഓഫറിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ 3 ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. ഇതെൻ്റെ ബ്രദർ ഇൻ ലോ ആണ്. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഭയങ്കര സന്തോഷത്തിലാണ്. അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ മാഗസിൻസ്, അതായത് പിന്നെ ക്യാമലിൻ്റെ പ്രോഡക്ട്സ്, ക്യാമൽ മിൽക്കിൻ്റെ പല ചോക്ലേറ്റ് സംഭവങ്ങളൊക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയാണ് നമ്മൾ നേരെ പോവാണ്. ലിഫ്റ്റിൽ നിന്ന് 50 to 53 ഫ്ലോറിലോട്ടാണ് നമ്മളിനി ചെല്ലുന്നത്. ഏറ്റവും മുകളിലെത്തിയിട്ട് നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. നമുക്ക് റെസ്റ്റ് ചെയ്യാനും എല്ലാം. നമ്മളോടൊപ്പം അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞിരുന്നു, എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. എപ്പോൾ വേണമെന്ന് വെച്ചാൽ മാത്രം സ്കൈ വ്യൂവിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. നമ്മൾ ആദ്യം കരുതിയത് ഇതായിരിക്കും വ്യൂ എന്നാണ് കരുതി നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത്. ഇതല്ല, ഇതിനപ്പുറത്തെ വ്യൂ നമുക്ക് കാണാൻ കിടക്കുന്നുണ്ടെന്ന് പിന്നെയാണ് മനസ്സിലാവുന്നത്. പിന്നെ ഒരുപാട് ഫോട്ടോ സെക്ഷൻ ഉണ്ട് നമുക്ക് എടുക്കാം. പക്ഷേ അവർ സ്കാൻ ചെയ്ത് നമ്മുടെ കയ്യിൽ തരും. ഒരു ഫോട്ടോയ്ക്ക് വരുന്നത് $25 അവർ ഇട്ടിരിക്കുന്ന വില. അപ്പോൾ നമുക്കത് സ്കാൻ ചെയ്ത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ലോക്ക് ചെയ്ത് തന്നേക്കും. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോട്ടോസ് നമുക്ക് അവൈലബിൾ ആണ്.
കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു വ്യൂ തന്നെ ബുർജ് ഖലീഫയുടെ ഒരു കിടിലം വ്യൂ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. എല്ലാവരും ഫോട്ടോസും വീഡിയോസും ആയിട്ട് ഓരോ ഗ്ലാസിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഗ്ലാസ്സിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും നടക്കുമ്പോൾ എത്ര ആയാലും നമുക്കൊരു പേടിയുണ്ടാവും. എത്ര നടന്നാലും പിന്നെയും കാലെടുത്ത് വെക്കുമ്പോൾ ഒരു മനസ്സിനൊരു പേടിയാണ്, താഴെ വീഴുമോ എന്നുള്ള ഒരു ചിന്ത. ചുറ്റുപാട് അടിപൊളി വ്യൂസാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂസ്. അവിടുന്ന് നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസും ഫോട്ടോസും പല പോസിലെല്ലാം നമ്മൾ എടുത്തു. പിന്നെ വഴക്കിടിയിൽ, അതെവിടെ ചെന്നാലും അടിയുണ്ടാക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു മെയിൻ ഐറ്റമാണ്. അതിപ്പോൾ സ്കൈ വ്യൂ ആയാലും വീട്ടിലാണെങ്കിലും എപ്പോഴും. ഈ ഗ്ലാസ് സർഫസിലൂടെ നടക്കുമ്പോഴും ഗ്ലാസ് സ്ലൈഡ് എങ്ങനെയായിരിക്കും എന്തുമായിരിക്കും എന്നുള്ള ടെൻഷനായിരുന്നു മനസ്സ് നിറയെ. മാക്സിമം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഇനി പോകുന്നത് നേരെ ഗ്ലാസ് സ്ലൈഡിന് വേണ്ടിയിട്ടാണ്. നമുക്കൊരു ഷീറ്റ് തരും. ആ ഷീറ്റിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ ഗ്ലാസ് സർഫസിലൂടെ താഴോട്ട് ഈ ഫുൾ സ്കൈ വ്യൂ എക്സ്പീരിയൻസ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് പോവാണ്. നമുക്ക് ബാക്ക് വ്യൂ മാത്രമേ നമുക്ക് ഫോണിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അച്ചു കയറി ഇരുന്നപ്പോൾ ഉള്ള വ്യൂ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. പിന്നീട് ഞാൻ കയറി ഇരുന്നിട്ട് കുറച്ച് പോർഷൻ, അപ്പോഴത്തേക്കിനും അബിയോട് കയറി ഇരിക്കാൻ പറയും. അപ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല, അതവിടെ അലൗഡ് അല്ല. അവർ ഓൾറെഡി ക്യാമറ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോസും ഫോട്ടോസൊക്കെ അവർ സ്കാൻ ചെയ്ത് തരും. പക്ഷേ അതിനും ഇത്ര $25-26 അവർ ചാർജ് ചെയ്യുന്നത്. നമ്മളിവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ബുക്ക് ചെയ്തത്. ബുക്കിംഗ് ടൈം ഉണ്ടാവും. അതുമാത്രമല്ല, നമ്മളവിടെ ഏറ്റവും മുകളിലെത്തിയിട്ട് നമ്മളോട് അവർ പ്രത്യേകം പറയും എപ്പോഴാണ് നിങ്ങൾക്ക് ഗ്ലാസ് സ്ലൈഡ് ചെയ്യാൻ പറ്റുക, അപ്പോൾ വന്നാൽ മതി. അതുവരെ നിങ്ങളവിടെ എല്ലാം എൻജോയ് ചെയ്തോളാൻ അവർ പ്രത്യേകം നമ്മളോട് പറയും. അതിനുശേഷം നേരെ നമ്മൾ പോകുന്നത് ബുർജുമാനിലേക്കാണ്. ബുർജുമാനിൽ ഈ ഒരു മെട്രോ സ്റ്റേഷനിൽ വന്ന് കറങ്ങാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ഈ 4 എക്സിറ്റുള്ള ഇവിടെ ഞാൻ ജോലിക്ക് വന്നപ്പോൾ തന്നെ കുറേ കിടന്ന് കറങ്ങിയിട്ടുള്ള ഒരു സ്റ്റേഷനാണ് ബുർജുമാൻ. ഞാൻ വർക്ക് ചെയ്യുന്നത് ബുർജുമാനിലാണ്. ഇവിടെ ഫിലിപ്പീൻസിൻ്റെ ഒരു വെറൈറ്റി സ്നാക്സ് കിട്ടുന്ന ഒരു കടയുണ്ട്. അപ്പോൾ ഞാൻ എന്നും നടന്നു പോകുമ്പോൾ കാണാറുള്ള ഒരു കടയാണ്. അപ്പോൾ അവിടെ ഒന്ന് പോയി ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ള ഇതിലാണ് നമ്മൾ നേരെ ഇവിടെ ഇറങ്ങിയത്. അങ്ങനെ സ്നാക്കൊക്കെ കണ്ട് നമ്മളൊന്നും വായിച്ചൊന്നും നോക്കിയില്ല. കണ്ട പാടെ
എന്തൊക്കെയോ ഓർഡർ ചെയ്തു. ചിക്കൻ്റെ ഐറ്റംസ് 2 ഐറ്റംസ് വാങ്ങിച്ചു. പിന്നെ ഒരു മിൽക്ക് ഡ്രിങ്ക്സ് വാങ്ങിച്ചു. ഞാൻ വലിയ സന്തോഷത്തിൽ അത് എടുത്ത് പ്ലേറ്റിലൊക്കെ ഇട്ടു. വായിൽ വെച്ചപ്പോൾ തന്നെ സ്കിന്നാണ്, അതായത് ചിക്കൻ്റെ സ്കിന്നിൽ എന്തോ മസാലയൊക്കെ ചേർത്ത്, അതുപോലെ ചിക്കൻ്റെ പീസും ഉണ്ട്. പക്ഷെ നമുക്കെന്തോ ഫിലിപ്പീൻസ് ഫുഡ് ആയതുകൊണ്ടാവാം എന്തോ എനിക്കും അച്ചുവിനും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ എക്സ്പ്രഷൻ കണ്ടാലേ അറിയാം. പക്ഷേ അബിയാണ് അത് ഫുൾ കഴിച്ചത്. എനിക്കും അച്ചുവിനും വയറ് നിറയാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും കഴിക്കാം എന്നുള്ള തീരുമാനത്തിൽ യമ്മീസ് ചിക്കനിലേക്കാണ് പോയത്. അഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ താല്പര്യമുള്ളവർ മസ്റ്റായിട്ടും യമ്മീസ് ചിക്കനിൽ വന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ, ടേക്ക് കെയർ.